വാട്ട്സ് ബോയ്സും ഗേൾസും കാണുന്ന വിചാരിക്കുന്നു എന്ന് നമ്മൾ മറ്റേ മെയിൻ വീഡിയോക്ക് വേണ്ടി പോകാൻ പോവുകയാണ്. പക്ഷെ അതിന് മുമ്പേ ഇവിടെ താഴത്തായിട്ട് മറ്റേ ആ ഒരു പൂച്ച കയറിയിട്ടുണ്ട്. ഒരു പൂച്ച ഞാൻ ജസ്റ്റ് ഇറക്കി അവിടെ കണ്ടുകൊണ്ട് ഇട്ട് ഞാൻ വേണ്ടത് ഇറങ്ങിയ അവിടെ ഇവിടെ താഴത്തുണ്ടാവും. അവിടെ ഇരിക്കുന്നല്ലേ നോക്കുന്നുണ്ടോ അവൻ? ചീറ്റില്ലാടാ നീ? ടയറിനടിയിലല്ലേ? ടയറിനടി മാറിയ ഞാൻ വണ്ടിന്ന് പുറകെ എടുക്കാം. വണ്ടിയുടെ ടയറിനടിയിലല്ലത്. ടയറിനടിയിലെ നല്ല കാര്യത്തിനാണെന്നും പറഞ്ഞ് തോന്നിയ രീതിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് നിമിത്തങ്ങളൊക്കെ? ഡ്രാഗൺ ഫ്ലൈ എന്ത് ചെയ്യുവാണ് വണ്ടിക്കകത്ത്? ഓ അല്ല ഇരിക്കും, നിങ്ങൾ എറണാകുളം കൊണ്ടുപോകാം. ഫൈനലി ആ പൂച്ചയെ മാറ്റി വെച്ച്. അപ്പൊ ഏകദേശം നമ്മൾ ഇവിടുന്ന് 8 പേര് ഇവിടെ ആലപ്പുഴയിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നെ 10-12 പേര് വേറെ സ്ഥലത്ത് അങ്ങോട്ട് വരും, എറണാകുളത്തോട്ട്. ഞാൻ പോവാ. ഞാൻ പോവാ. ചെക്ക് ഞാൻ തന്നല്ലേ. ഒരു ഡ്രാഗൺ ഫ്ലൈ കാത്തിരിക്കുന്നു. ഡ്രാഗൺ ഫ്ലൈ എന്താ ദേഖോ ഉസ്കോ ഹട്ടാओ. ഓ ഡ്രാഗൺ ഫ്ലൈ ഒക്കെ പിടിച്ചാ പോയല്ലേ. ഡ്രാഗൺ ഫ്ലൈ ഒക്കെ എന്താണ് കുടുംബമാക്കി വെച്ചിരിക്കുകയാണ് എന്റെ കാറിനകത്ത്. ഇത് ചെറിയൊരെണ്ണം. ഇത് ഒരു ഡ്രാഗൺ ഫ്ലൈ കൂടി അകത്ത് ചെറുത്. ഡ്രാഗൺ ഫ്ലൈ ആണത്? ആണ്. കിളിക്കാൻ പൂച്ചയാ? എന്താണ് അകത്ത് എന്തൊക്കെ സാധനമാണ്? ഓ 5 പവർ പഫ് ഗേൾസിനെ കൊണ്ടുവരാന്ന് പറഞ്ഞ മാനേജറിൽ നിന്ന് 5 4 കേട്ടല്ലേ? 4 കേട്ട്. അത് ഒരാളിപ്പോ ബോൾ വിളിച്ചിട്ട് എടുത്തിട്ട് പോലും ഇല്ല. പെണ്ണുകളുടെ വീഡിയോ എടുക്കത്തില്ല ഏട്ടാ. ഒരു പെൺകൊച്ചു വരുന്ന കണ്ട തലയായിട്ട്. ഇരിക്കും അകത്തോട്ട് കയറും. ഒന്ന് ഒതുക്കി വെച്ചിട്ടിരുന്നോ? ആ പേര് പറയുള്ളൂ. ആ മറ്റേ പാലക്കാട് വരുന്ന കൊച്ചു വരുന്നുണ്ടോ? പാലക്കാടുകാരൊക്കെ എപ്പോ വന്നെന്ന് ചോദിച്ചാൽ എന്തുവാടാ വരുന്നുണ്ടോ അറിയാൻ മേല, വിളിച്ചിട്ട് എടുക്കുന്നില്ല. മാനേജർ 5 പേരെന്ന് പറഞ്ഞിട്ട് 4 ഇപ്പൊ 4 3 എല്ലാരും കൺഫേം പറഞ്ഞാണ്. കൺഫേം പറഞ്ഞാണെങ്കിൽ പിന്നെ അറിയത്തില്ലെന്ന് പറയുന്നത്. ഞാൻ മാനേജറാണ്, കാലിലൊന്നും അല്ല. മാനേജറാണ് കൺഫേം ആക്കണ്ടത്, പിന്നെ വേറെ ആരും കണ്ട. നമ്മൾ ഒരാളും കൂടി വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. പുറകിലോട്ട് നോക്കിയത് വഴിന്ന് വിൽക്കേണ്ടി വരും. അവസാനം സമയമില്ല. അവിടെ 4 മണിക്കൂർ 8000 രൂപയാ. പൈസ ഇങ്ങനെ കത്തുകയാ. എന്നിട്ട് ആളെ കിട്ടിയില്ലെങ്കിൽ മോനെ പറയണ്ട. എല്ലാരും ഓക്കെ പറഞ്ഞ നമുക്ക് അവരെ നമ്മൾ പെമ്പിള്ളേരെ നമുക്ക് ഓവറായിട്ട് കാര്യങ്ങൾ. കോളേജ് ഫംഗ്ഷനിലൊക്കെ പോയി തുടങ്ങണമെന്ന് തോന്നുന്നു. അതെ പോണം. കുറച്ച് പേരുമായിട്ടൊക്കെ സമ്പർക്കം വേണം. ഞാനുമായിട്ട് നടന്നിട്ട് കാര്യമില്ല. നമ്മൾ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. അക്ഷയൊക്കെ പൊക്കത്തോട്ട് പോയി. അവന്മാരെല്ലാം സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പൊക്കത്തോട്ട് പോയിട്ടുണ്ട്. ഏട്ടന്മാരെ ഒരു പെണ്ണ് പാലക്കാട് നിന്ന് വരുന്നില്ല, അതിന് വരാൻ പറ്റിയില്ല. അവസാന നിമിഷത്തിൽ എന്തോ ഹോസ്പിറ്റൽ കേസ്, എനിക്ക് ഡൗട്ട് ഉണ്ട് ഹോസ്പിറ്റൽ കേസിനകത്ത്. പക്ഷെ എന്ത് ചെയ്യാൻ, ഞാൻ എന്ത് ചെയ്യും? അവസാന നിമിഷം 2 പേരും കൂടി ഇനി വേണമെന്ന് വെച്ചാ എന്തായാലും വഴിയിൽ നിന്ന് കിട്ടും ആരെങ്കിലും. അരമണിക്കൂർ പോലും ഇല്ല വീഡിയോ സ്റ്റാർട്ട് ആകാൻ വേണ്ടിയായിട്ട് ഞാൻ അവിടെ പെണ്ണുങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 പേരെ വെച്ച് ആ ബസ് സ്റ്റോപ്പിൽ ചോദിച്ചു. പക്ഷെ അവിടെ പിള്ളേരാണ്. 18 വയസ്സിന്റെ പൊക്കത്തെങ്കിലും വേണം എനിക്ക്. ഇവിടെ ലൈറ്റിന്റെ കുറവുണ്ട്. അത് ഇത്ര ലൈറ്റ് ഉണ്ടായിട്ട് പോലും എനിക്ക് തോന്നുന്നു ലൈറ്റ് കുറവാണെന്ന്. ലൈറ്റ് നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കേണ്ടി വരും അല്ലേ. വീഡിയോ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങുകയാണ്. വല്ലതും കഴിക്കണം, പട്ടി വിശപ്പുണ്ട്. നമ്മുടെ അടുത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇത് വീഡിയോ കാണുമ്പോ അറിയാം, നല്ല വൈറല്ല. കുറച്ച് കാണുന്ന എയറിൽ കാണാം. വൈറൽ മാത്രമല്ല, എയറിലാണ്. അമ്മേനെ ഫസ്റ്റ് എയറിലേക്ക് കയറ്റി. മമ്മി ഇവിടെ നിൽപ്പുണ്ട്. മമ്മി ചെറുപ്പക്കാരിയാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വീഡിയോ. അമ്മ പോകുന്നുണ്ട്. ഒന്നും പറയൂല. 5 ദിവസം കഴിയുമ്പോ വീഡിയോ ഇടുമ്പോ പറയും. എല്ലാം തീർന്ന ലേറ്റ് ആയല്ല വന്നപ്പം. ഞങ്ങളെല്ലാം കഴിച്ച് പോയി. ഞങ്ങൾ 2 ട്രാഫിക്കിൽ പെട്ട് സ്ഥലം വേറെ ഏതോ ലൊക്കേഷൻ അടിച്ച് അങ്ങോട്ട് പോയത്. അപ്പൊ ഇപ്പൊ എത്തിയുള്ളൂ. ആ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത്, പക്ഷെ വേറെ എവിടെയാ പോയത്? ഞാനാ ക്ലിക്ക് ചെയ്തത്. അല്ല ഞാനാ ക്ലിക്ക് ചെയ്തത്. ഒരു പുളി പുളിയാണോ? മാനേജർ കഴി എന്താ ആൾക്കാരൊക്കെ തുറച്ചു നോക്കുന്നു കേട്ടാ.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ആലപ്പുഴയിലോട്ട് പോവുകയാണ്. ഇന്നത്തെ വീഡിയോ സെഷൻ എന്ന് പറയുന്നത് വളരെയേറെ ചാലഞ്ചിങ് ആണെന്ന് ചോദിച്ചാൽ രസമായിരുന്നു. സത്യം പറഞ്ഞാൽ കുറേയേറെ വൈറൽ ഞാൻ ഉണ്ടാക്കാറുള്ള ഇതൊക്കെ കാര്യം. എന്നാലും കുറേയേറെ ഏറി പോകുന്ന ടൈപ്പ് കണ്ടന്റ് ഉണ്ട് അതിനകത്ത്. അത് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഇന്ന് എഡിറ്റ് ചെയ്യാൻ കൊടുക്കട്ടെ. ഏകദേശം സെറ്റാണ് എന്ന് വെച്ചാൽ ഇതിപ്പം വൈബായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മുമ്പിലത്തുള്ള വീഡിയോ ഒക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു ഗൂഗിൾ ഫോം ഇടും മെയിൻ ചാനൽ വീഡിയോക്കകത്ത് ഈ വീഡിയോ വരാൻ നേരത്ത്. അപ്പോൾ ജസ്റ്റ് അതിനകത്ത് ഫില്ല് ചെയ്താണ് ഞാൻ കോൺടാക്ട് ചെയ്യാം. അല്ലേ മാനേജർ? കുറച്ച് ദിവസമായിട്ട് വ്ളോഗ്സ് ഒക്കെ ചെറുതാണ് എനിക്ക് അറിയാം. പക്ഷെ കുറച്ച് സബർ, കുറച്ച് ക്ഷമ ഞാൻ വലുതാക്കി തരാം. കുറച്ച് ബിസി ആയിരുന്നു. ഈ വീഡിയോ ഒടുക്കത്തെ മെനക്കെടായിരുന്നു എനിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. എന്തായാലും ഈ വീഡിയോ ഇവിടെ തീർച്ചയായിട്ടും ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് വണ്ടർഫുൾ ആപ്പിൾ അൽസി ഗൈസ് നെക്സ്റ്റ് ടൈം എന്തൊക്കെയാ നോക്കി ആരെ കിടന്ന് ഉറങ്ങുന്നത് താഴത്ത്. യോ